നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ശരിക്കും എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പണിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പണിക്ക് പോകണ്ടേ. പണിക്ക് പോവാത്ത നിനക്ക് പണിക്ക് പോയി അല്ല, ഞാൻ എന്തെങ്കിലും ഈ ഫ്ലോറിലൊക്കെ എത്തിയില്ലേ, ഞാൻ ഇവിടെ എന്തെങ്കിലും ആയിത്തീരും. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ റീലൊക്കെ ചെയ്യുന്നുണ്ട്, വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ആയിത്തീരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട് വ്ളോഗിലൂടെ. ശരി, നിന്റെ കണ്ടന്റ് കാണട്ടെ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിക്സ് കെ ദേവസ്യ, പാലക്കാട് മുണ്ടൂരുകാരൻ. നിങ്ങളെല്ലാവരും ആലപ്പുഴ ജിംഖാന സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അനിക്സിന്റെ ജിംഖാന. ചെറുപ്പം മുതലേ എൻ്റെ ആഗ്രഹമായിരുന്നു വളർന്ന് വലുതായി വരുമ്പോൾ നല്ലൊരു ജിമ്മനാവണമെന്ന്. പക്ഷെ വളർന്ന് വലുതായി വന്നപ്പോൾ ആയി തീർന്നത് നല്ലൊരു സ്ലിമ്മൻ. ഈ സ്ലിമ്മൻ ആയതിന്റെ പേരിൽ ഒരുപാട് ബോഡി ഷെയ്മിങ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ ഭയങ്കര കെയറിങ്ങാ, ആരെ കൊണ്ട് കളിയാക്കാൻ സമ്മതിക്കില്ല. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു ദിവസം സ്നേഹതീരം ബീച്ചിലേക്ക് പോകുമ്പോൾ എൻ്റെ അപ്പൻ 5 ഒരു കട്ടിയെടുത്തിട്ട് എൻ്റെ പോക്കറ്റിലിട്ട് എന്നിട്ട് പറഞ്ഞു, മോനെ, കടൽ തീരത്ത് കാറ്റടിക്കുമ്പോൾ പറന്നു പോകാതിരിക്കാൻ ഇത് ഉപകരിക്കുമെന്ന്. അത്രയ്ക്ക് കെയറിങ്ങാ. അപ്പോഴേക്കും എൻ്റെ അമ്മ ഒന്ന്, മനുഷ്യ, നിങ്ങൾ എൻ്റെ മോനെ കുറിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറയരുത്, നീ ധൈര്യമായിട്ട് വെള്ളത്തിലിറങ്ങി കളിച്ചോടാ, ഒരു കുഴപ്പമില്ലാന്ന്. അപ്പൊ അപ്പൻ പറഞ്ഞു, അവന് നീന്താൻ പോലും അറിയത്തില്ല പൊട്ടന്ന്. എന്നാലും എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്, അതിന് ഫിസിക്സ് പഠിക്കണമെന്ന്. ഫിസിക്സോ? എന്നിട്ട് പറയാ, ഭാരമില്ലാത്ത വസ്തുക്കളൊക്കെ ജലത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും, അതുകൊണ്ട് നിങ്ങളുടെ മോൻ സേഫ് ആണെന്ന്. അങ്ങനെ കുടുംബത്തിൽ നിന്ന് എന്നെ കളിയാക്കാൻ തുടങ്ങിയപ്പോ ഞാൻ തീരുമാനിച്ചു, 1 ഡേ ഞാനൊരു ജിമ്മനായി തീരുമെന്ന്. എന്നിട്ട് 1 ഡേ തന്നെ ഞാൻ ജിമ്മിൽ പോയി ചേർന്നു. കാരണം സൺഡേ ലീവാണല്ലോ. എന്നിട്ട് ജിം മാസ്റ്റർ അടുത്ത് പറഞ്ഞു, മാസ്റ്റർ, എനിക്ക് ഇവിടെ ഒരു 6 കട്ടയും വേണമെന്ന്. അപ്പൊ മാസ്റ്റർ പറഞ്ഞു, മോനെ, അതിനിവിടെ വന്നിട്ട് കാര്യമില്ല, നീ അപ്പുറത്ത് രാഘവേട്ടന്റെ വീട്ടിൽ ഒരു ചാക്ക് സിമെന്റ് വാങ്ങിയിട്ട് പോയാൽ മതി, അയാളാണെങ്കിൽ ആവശ്യത്തിന് കട്ടയും വെച്ച് നിന്റെ വർത്താനത്തിന് വായിലൊരു വാതിലും പിടിപ്പിച്ചു തരുമെന്ന്. പക്ഷേ 1 ഡേ ജിമ്മിനാവണമല്ലോ, അതുകൊണ്ട് എവ്രി ഡേ ഞാൻ മുടങ്ങാതെ ജിമ്മിൽ പോയി. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ ജിം മാസ്റ്റർ അടുത്ത് പറഞ്ഞു, മാസ്റ്റർ, എനിക്കൊരു മാറ്റവും ഇല്ല. അപ്പൊ മാസ്റ്റർ പറഞ്ഞു, നിന്റെ ഡയറ്റ് പ്ലാൻ ഒന്ന് പറഞ്ഞടാവോ. അപ്പൊ ഞാൻ പറഞ്ഞു, മാസ്റ്റർ, രാവിലെ കോഴി കൂവിയതിന് ശേഷം, കോഴി മുട്ടയിട്ടതിനും ശേഷം ഒരു ഉച്ചയെ മുക്കാലൊക്കെ ആകുമ്പോൾ എണീക്കും. അപ്പൊ പിന്നെ രാവിലത്തെ ഫുഡ് ലാഭിക്കാലോ. ലാഭിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, കാരണം ജിമ്മിന് ഫീസ് കൊടുക്കാലോ. ഉച്ചക്ക് ചോറും പരിപ്പ് ചാറും, വൈകുന്നേരം ചായയും പരിപ്പ് വടയും, രാത്രി ചോറും ഉച്ചക്കത്തെ പരിപ്പ് ചാറും. അപ്പൊ ജിം മാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, അടിച്ച് നിന്റെ പരിപ്പ് ഞാൻ ഇളക്കുമെന്ന്. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്ത, കടല പ്ലസ് പ്രോട്ടീൻ പൗഡർ, 10,000 രൂപയുടെ ഒരു ബില്ലേ. ഹലോ ഗായ്സ് എന്നും പറഞ്ഞ് റീൽസ് എടുത്ത് നടക്കുന്ന എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഐഫോണും അതിന്റെ EMI. പക്ഷേ 1 ഡേ ജിമ്മനായി തീരണമല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ജിമ്മിന് പോകാനല്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിയും തിന്നെ. പക്ഷേ 10 ദിവസം കൊണ്ട് 10,000 രൂപയുടെ ഈ സാധനങ്ങൾ തീർന്നപ്പോ ഞാൻ ആ 2 സത്യങ്ങൾ മനസ്സിലാക്കിയത്. ഒന്ന്, പ്രോട്ടീൻ പൗഡർ ആട്ടപ്പൊടിയാണെന്നും പറഞ്ഞ് അടയുണ്ടാക്കി തിന്ന അമ്മച്ചി കുത്തിപ്പിടിച്ച വടിയെടുത്ത് കളഞ്ഞ് തൂമ്പായ എടുത്ത് കളയ്ക്കുന്നു. 2, പബ്ജി കളിച്ച് നടുവളഞ്ഞു പോയ എൻ്റെ അനിയൻ നിവർന്നിരുന്ന് പബ്ജി കളിക്കുന്നു. പിന്നെ എന്തുണ്ട് ബാക്കി? കടലയുടെ തൊലിയും തൊലിഞ്ഞ ഞാനും. പക്ഷേ 1 ഡേ ജിമ്മനായി തീരണമല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയല്ലോ. അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെയും വാങ്ങി. ഇനിയുള്ള നീക്കങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനൊരു പൂട്ട് വാങ്ങി. എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പെട്ടിക്കകത്തിട്ട് പൂട്ടി വെച്ചു. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം പുട്ടുപൊടിയാണെന്നും പറഞ്ഞ് എൻ്റെ മമ്മി അതെടുത്ത് പുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദോശ, ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാ. അങ്ങനെ ഞാൻ ജിമ്മിലൊക്കെ പോയി എനിക്ക് 6 പാക്ക് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ എൻ്റെ അമ്മച്ചിയെടുത്ത് പറഞ്ഞു, അമ്മച്ചി, നോക്കെന്റെ 6 പാക്ക് എന്ന്. ഓപ്പ്, അമ്മച്ചിക്ക് എന്ത് പാക്ക്? അപ്പന്മാരുടെ ഫാമിലി പാക്ക് മാത്രം കിടന്നു നടന്ന അമ്മച്ചിക്ക് ഇതൊക്കെ അറിയോ?
പക്ഷെ ഞാൻ ജീവിക്കാൻ വേണ്ടി തിന്നുക എന്നുള്ള പോളിസി മാറ്റി തിന്നാൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങി. കയ്യില്ലാത്ത ബനിയനെടുത്ത് നന്നടിച്ചാത്താങ്കമ്മട്ടെ എന്നുള്ള പാട്ടൊക്കെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ തുടങ്ങി. ശ്വാസം പിടിച്ച് നെഞ്ചും പിരിച്ച് ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കാൻ തുടങ്ങി. പിന്നെയും എൻ്റെ പ്രോട്ടീൻ പൗഡർ തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജിം മാസ്റ്റർ ഇനി എൻ്റെ പൈസ ഇല്ല, ആകെപ്പാടെ ഉള്ളത് ഈ 1 പവൻ്റെ മാലയാണെന്ന്. അപ്പം മാസ്റ്റർ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മോനെ പണം പോയാൽ എന്താടാ പവർ വരട്ടേന്ന്. അന്ന് എൻ്റെ മാല പണയത്തിൽ പോയി. പക്ഷേ കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരുടെയും തള്ളിപ്പറഞ്ഞവരുടെയും മുമ്പിൽ 54 കിലോയിൽ നിന്നും 65 കിലോയിലേക്ക് 1 ഡേ ഞാനൊരു ജിമ്മനായി തീർന്നു. മൺഡേ കഴിഞ്ഞു, ട്യൂസ്ഡേ കഴിഞ്ഞു, വെനസ്ഡേ കഴിഞ്ഞു, തേഴ്സ്ഡേ, പിന്നെന്താ ഫ്രൈഡേയോ, ഫീവർ ഡേ. അന്ന് എനിക്ക് പനി പിടിച്ച്